എൻ്റെ പേര് ഗോവിന്ദ്. എനിക്ക് കേരള ഫുഡി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുണ്ട്. 2018 അന്ന് ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ദിവസമാണ് നമ്മൾ ആദ്യമായിട്ട് ഫുഡ് വാക്ക് നടത്തുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു കേരള ഫുഡി ഒരു 5K ഫോളോവേഴ്സ്, 5000 ഫോളോവേഴ്സ്. അതൊരു ബിഗ് നമ്പർ ആയിരുന്നു അന്ന്. കണ്ണൂർ കോക്ടെയിൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ വീഡിയോ ആണ് ആദ്യം ചെയ്യുന്നത്. 18ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വയസ്സൊക്കെ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ കുഴപ്പമില്ല. എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്, ഗവൺമെൻറ് ജോലി. എൻ്റെ അച്ഛനൊരു ഗവൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ മരിച്ചിട്ട് ആ ജോലി കിട്ടിയതാണ്. ഞാൻ സ്കൂളിൽ പോണ പോലെ പോയത്. ഞാൻ വിചാരിച്ചു ഉച്ചയാകുമ്പോൾ വിടും. ആദ്യത്തെ ദിവസം അമ്മയുടെ ഒപ്പാണ് ഫസ്റ്റ് ഓഫീസിൽ പോണത്. അമ്മ അവിടെ ആക്കിയിട്ട് പോയി. സത്യം പറയുക എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഞാൻ നഴ്സറിയിൽ പോയപ്പോൾ അമ്മ തിരിച്ച് വീട്ടിൽ പോവില്ലോ, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. ഓ മൈ ഗോഡ്, അമ്മ പോയി, ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യും? പിന്നെ ആ ജോലി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു ഈസി ഡിസിഷൻ ആയിരുന്നില്ല. സ്റ്റോറി ടെല്ലിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി. ഞാൻ ഏതെങ്കിലും ഒരു സിറ്റി കവർ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫുഡായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി, അല്ലാത്ത സ്റ്റോറി, ആൻഡ് ആ സിറ്റിയുടെ ഒരു ഇത്, ഈ ഹിസ്റ്ററിയും ആർക്കിടെക്ചറൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വീഡിയോസിൽ കുറേ കാണിച്ചില്ലെങ്കിലും എനിക്ക് ആ സിറ്റിയുടെ ഹിസ്റ്ററി, അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ ഫുഡിൻ്റെ അത് വന്നത് എവിടെ നിന്നാണ്, അത് എങ്ങനെ ഇവോൾവ് ആയി എന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കും. ചിലതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടായിരിക്കും അറിയുന്നുണ്ടാവും. അവിടെ നിന്ന് വെച്ച് നമ്മളൊരാൾ സംസാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, അതിൻ്റെ സ്റ്റോറി ഇതാണ്. ഞാൻ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു പെർട്ടിക്കുലർ ഫോമാറ്റ് ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ല. ആഡ്സ് വരണം, സോ ഞാൻ ആഡ്സിന് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമാറ്റിലേക്കും വീഡിയോ ചെയ്യും. ഇഷ്ടമുള്ളത് എനിക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് സംസാരിക്കുന്ന കുറച്ചും കൂടി വോയിസ് കൊടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ബാക്കി വളരെ നാച്ചുറലായിട്ട് ബാക്കി ആൾക്കാരെ കുറിച്ചുള്ള വീഡിയോസും. അതിന് വ്യൂവേഴ്സ് കുറവായിരിക്കും. പിന്നെ അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഞാൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ പറയില്ല, പറയൂല. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം വർക്കാവും. ആ വീഡിയോ എങ്ങനെ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും എനിക്കും അത് പറ്റാറില്ല, പലർക്കും അത് പറ്റില്ലല്ലോ. ഈ കേരളത്തിൽ എത്ര കണ്ടന്റ് ഉണ്ട്. ഞാൻ തന്നെ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് 30-40 പേര് ചെയ്യുന്നുണ്ടാവും. ഒരു 30-40 പേര് ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്നുണ്ടാവുക. ആ കോണ്ടന്റാണ് ആ റെസ്റ്റോറൻറ്റിന് ഏറ്റവും ആപ്റ്റ്, അല്ലെങ്കിൽ അത് കാണാനായിരിക്കും കൂടുതൽ വ്യൂവേഴ്സ്. റായർ മിസ് രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആവും. 12-14 സീറ്റുകൾ. ആൻഡ് ഒരു അക്ക പുറത്ത് എപ്പോഴും ഫിൽറ്റർ കോഫിയുടെ ഒരു തട്ടുമായിട്ട് നിൽക്കുന്നുണ്ടാവും. ഒരു ക്യൂ ഉണ്ടാവും. ആൻഡ് അവരുടെ പൊങ്കൽ, ഇഡ്ഡലി, ആൻഡ് അവർക്കൊരു 3-4 ടൈപ്പ് ചട്നി ഉണ്ട്, ആൻഡ് ഉഴുന്നുവട. അഗെയിൻ നല്ല മസാല ദോശ, ഡൊണ്ണെ ബിരിയാണി, മല്ലിക ബിരിയാണി. ബാംഗ്ലൂർ മസാല ദോശ ഈസ് റിയലി നൈസ്. ഔട്ടർ ലെയർ ഭയങ്കര ക്രിസ്പി ആയിരിക്കും, ആൻഡ് ഇന്നർ ലെയർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ആൻഡ് കുറച്ച് മസാലയേ ഉണ്ടാവുള്ളൂ. ആൻഡ് മസാല ദോശ ഇറ്റ്സ് എ സ്മോൾ മസാല ദോശ. അപ്പോൾ നമുക്കിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു ഗീയും ആ ഒരു നല്ല രസമാണ്. മുംബൈ ഇറാനിയൻ കഫേസ്, ചായയും ബൺ മസ്ക, അവരുടെ പഴയ ഓൾഡ് ഒരു സോഡയുണ്ട്, റാസ്ബെറി സോഡ. റീസെൻ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ബ്രിട്ടാനിയ ആൻഡ് കോൺ. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാൻ ആ സ്ഥലത്ത് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ബിരിയാണി സ്പോട്ട് ഉണ്ട് കൊൽക്കത്തയിൽ. ചായ്, പൊട്ടറ്റോ ബിരിയാണി, ഇത്രയും 3 ഉരുളക്കിഴങ്ങ് കിട്ടും ബിരിയാണിയിൽ. നല്ല സാഫ്രോൺ ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ബസ്മതി റൈസിൽ നല്ല കിടിലൻ മട്ടൻ്റെ പീസുള്ള. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ദാദാ ബോധി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി ഷോപ്പിൽ, അത് കൊൽക്കത്തയിൽ നിന്ന് ഒരു 1.5 hours ഡ്രൈവ് ചെയ്ത് പോകും. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ പഴയ റെസ്റ്റോറൻറ്റ്സ് ആണ് ഇപ്പോഴും നല്ല റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ അടിപൊളിയാണ്. ചെറിയ പൊറോട്ട, 2 പൊറോട്ട വാങ്ങിക്കുക, നട്ടുക്ക് ബീഫ് വയ്ക്കുക. കോഴിക്കോട് ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കോഴിക്കോട് ബിരിയാണി. ആൻഡ് എത്ര ക്രിഞ്ചാന്ന് പറഞ്ഞാൽ എനിക്ക് കോഴിക്കോട് പാരഗണിലെ ബിരിയാണിയാണ് ഇഷ്ടം. നല്ല ലഗൂൺ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി. തൃശ്ശൂർ നല്ല തട്ടുകടകളുണ്ട്, നല്ല ഷാപ്പുകളുണ്ട്. ഒന്നില്ലെങ്കിൽ ഒല്ലൂര് സ്വാമിയുടെ ഹോട്ടലിലെ മസാല ദോശ. ആൻഡ് രാധാകൃഷ്ണൻ രാവിലെ കിട്ടുന്ന ഉപ്മാവ്. ഞാൻ എൻ്റെ വീട്ടിലെ ഉപ്മാവ് വരെ എത്ര പ്രാവശ്യം കഴിച്ചിട്ടില്ല. പുള്ളിക്കാരി അടിപൊളി ഫുഡ് ചെയ്യാം. കുറച്ചേ കഴിക്കുള്ളൂ, പക്ഷെ നല്ലൊരു
ഫുഡിയാണ് ആൻഡ് ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ആളുടെ ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കട്ടൻ ചായ കുടിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കും, ഞങ്ങൾ ചിലപ്പോൾ ഷവായ കഴിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോമോ അങ്ങനെ എന്തെങ്കിലും എല്ലാ ദിവസവും ഒരു 3-4 ദിവസം ഞങ്ങൾ രാത്രി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ. എൻ്റെ ഏറ്റവും വലിയൊരു ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു ടോവിനോൻ്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോവിയും ബ്രദറും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു. അതും പോട്ടെ, ഞാൻ ആ പുള്ളീനെയും കൊണ്ട് എൻ്റെ സ്കൂട്ടറിൽ ഫുൾ തൃശ്ശൂർ റൗണ്ട് മൊത്തം ഇറങ്ങി. അതൊരു ഗംഭീര സംഭവമായിരുന്നു. അതിൻ്റെ ഇടയിൽ വണ്ടി കേടായി, അതിൽ നിന്നിട്ട് ഞാൻ കിക്കറടിക്കുക, ടോവി ബാക്കിലിരിക്കുക, അടിക്കടിക്കുക, കുഴപ്പമില്ല. ക്യാമറ യൂസ് ചെയ്യും, മൊബൈലും യൂസ് ചെയ്യും. ചില കോണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് ചില വീഡിയോ നമ്മൾക്ക് ഞാൻ ഇപ്പൊ തിരുനെല്വേലി അൽവ, അത് ഒരു ട്രഡീഷണൽ സാധനമാണ്. ആൻഡ് അത് ഉണ്ടാക്കുന്നതും ഒരു ട്രഡീഷണൽ പ്രോസസ്സാണ്. എടുക്കുമ്പോൾ എന്തായാലും നന്നായിട്ട് എടുക്കണം. അതൊരു വൺസ് ഇൻ എ വൈൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇതിൻ്റെ ഒരു ജേണി ഉണ്ടാവുമല്ലോ, ഈ ഹൽവയുടെ ഒരു ജേണി. ഹൽവയുടെ ഫുൾ ജേണി ഞാൻ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു 30-40 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അത്ര ആൾക്കാർക്ക് സംസാരിക്കാനുണ്ടാവും, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മളതൊരു 5 മിനിറ്റ്സിൽ ഒതുക്കാൻ നോക്കുമ്പോൾ അതിൽ 1-2 പേര് മാത്രമേ സംസാരിക്കുള്ളൂ, അതിൽ കുറച്ച് കഥ ഉണ്ടാവുള്ളൂ. പലപ്പോഴും ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻസും ഏറ്റവും കൂടുതൽ നല്ല കമൻസും നല്ല മെസ്സേജുകളും കിട്ടിയിട്ടുള്ളത് ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോസാണ്. വിവേക് വേണുഗോപാൽ, ബാൽമ എനിക്കിഷ്ടമുള്ള ക്രിയേറ്ററാണ്. അഞ്ജന, വിവേകാൻ്റെ വീഡിയോ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോഡ്കാസ്റ്റാണ്. നിങ്ങളതിൻ്റെ വിഷ്വൽ കാണുകയേ വേണ്ട, കാറിൽ ഇടുക, ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോവുക. രാമശ്ശേരി ഇഡ്ലിയുടെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 3 മണിക്ക് എണീറ്റ് പോയിട്ട് രാവിലെ ഒരു 4:30 ആയപ്പോൾ പാലക്കാട് എത്തിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത വീഡിയോ. സാധാരണ 3 മണിക്ക് ഉറങ്ങുന്ന ആൾ കുറച്ച് നേരത്തെ ഇത് ആലോചിച്ച് കിടന്ന് ഉറങ്ങി എണീറ്റ് കാറ് ഞാൻ ഓടിച്ച് ഞാൻ അവിടെ വരെ പോയിട്ട് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ ഔട്ടെടുത്ത ഒരു വീഡിയോ. അത് ഭയങ്കര വലിയ ടെക്നിക്കൽ ഇതൊന്നുമില്ല, പക്ഷെ ആ ഒരു വീഡിയോയ്ക്ക് ഒരു മൂഡുണ്ട്. അതാണ് എൻ്റെ എഫേർട്ട്. അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ എഫേർട്ടാണ്. കൊൽക്കത്തയിലെ 1-2 വീഡിയോസ്, അതേപോലെ മുംബൈയിലെ ഇപ്പം ഞാൻ ആ കേക്ക് കൊണ്ട് പോയി കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫീൽ ഗുഡാണ്. ആരും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഇറാനിയൻ കഫേസിലും അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോഗ്രാഫി. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ വീഡിയോ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ ക്യാമറ വെച്ചെടുത്തു. പിന്നെ നോ ടോക്കിംഗ് വിത്ത് കാഷ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് കാഷ്യറുടെ അടുത്ത് സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാഷ്യറാണ് ഓണം. അപ്പം ഞാനിങ്ങനെ പതുക്കെ പോയി പുള്ളിയുടെ അടുത്ത് അതെന്താണ് ഇതെന്താണ്, ആൾക്ക് വലിയ ഒരു ഇൻട്രസ്റ്റും ഇല്ല സംസാരിക്കാനായിട്ട്. പിന്നെ ഞാൻ അങ്ങനെ കുറേ നേരം കഷ്ടപ്പെട്ട് ഒരു 1 hour ഞാൻ അവിടെ നിന്ന് ആളുടെ അടുത്ത് സംസാരിച്ചു. 1 hour സംസാരിച്ചത് ഒരു 2 hours ആയി. അപ്പോൾ ആളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അടുത്ത വർഷം 100 വർഷമാവും, എൻ്റെ ഒപ്പം ആഘോഷിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത വർഷം അതിൻ്റെ ആനിവേഴ്സറി ടൈമിൽ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞാൻ മുംബൈക്ക് ഒരു കേക്ക് കൊണ്ടുപോയി ആൾക്ക്. പിന്നെ ഞാൻ ആൾക്ക് ഈ വീഡിയോ കാരണം ആളുടെ അടുത്ത് എത്ര പേര് വരുന്നുണ്ടാവും, പക്ഷെ നമ്മൾ മാത്രമേ അത് ഓർത്ത് വയ്ക്കുന്നുള്ളൂ. ഞാൻ എന്നിട്ട് ഈ വീഡിയോ കാണിച്ചിട്ട് വീഡിയോയിൽ ആൾ പറഞ്ഞത് ആലോചിച്ചിട്ട് അപ്പോഴാണ് എൻ്റെ റീകളക്ട് ചെയ്യണത്. അപ്പോഴേക്കും ആൾ ഭയങ്കര ആളുടെ മുഖത്ത് നമുക്ക് കാണാം ആ ഹാപ്പിനെസ്. അത് കാരണം എനിക്ക് ആ ഒരു പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. സെറ്റല്ലേ? ഈവനിങ് ആകുമ്പോൾ ബോക്സിങ്ങിന് പോയി ഞാൻ അപ്പം തന്നെ ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഞാൻ വോളിബോൾ കളിക്കാൻ പോകും. പിന്നെ 10-11 വരെ വോളിബോൾ കളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോഴേക്കും വേറെ ഒരു മനുഷ്യനും കൂടി ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലെവലിലേ ഉണ്ടാവും. നേരെ കിടന്ന് ഉറങ്ങും. 80-85% ഓഫ് പ്രോട്ടീൻ കഴിക്കും. പിന്നെ കുറച്ച് കാർബ്സ്, ഒരു 200 grams റൈസ് കഴിക്കും. സ്വീറ്റ്സ് ഈ വീഡിയോ എടുക്കേണ്ട വന്നാൽ മാത്രം സ്വീറ്റ്സ് കഴിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന സംഭവം ഞാൻ എന്തിനാണ് കേരള ഫുഡ് ചെയ്തിട്ടത്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾക്കൊരു ലിമിറ്റേഷൻ ഇല്ലെങ്കിലും ആ പേരിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ആലോചിച്ചാലും ഞാൻ പറയും ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു ഫുഡിയാണ്. ആക്ടിങ് ഒരു കരിയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഒരു കരിയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ ഈസ് എ കരിയർ. സോ കോണ്ടന്റ് ക്രിയേഷൻ ഒരു എന്തായാലും ഒരു ഭാവി തന്നെയാണ്, നോ ഡൗട്ട്. അത് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ആവാം, യൂട്യൂബ് ആവാം, ഫേസ്ബുക്ക് ആവാം, ആൻഡ് ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആയിരിക്കാം. സെറ്റല്ലേ? താങ്ക് യു